ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളതൊരു ഡെയിലി വ്ളോഗായിട്ടാണ്, ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ വെക്കേഷന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ക്ലീനിങ്ങും റീസ്റ്റോക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടൊക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്, ലൈക്കും കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെക്കേഷന് പോണതിന് മുന്നായിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എന്നാലും തിരിച്ചു വരുമ്പോഴേക്ക് ചെറുതായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാണ്ട് ഇട്ടിരുന്നത് കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബറിൻ്റെ ടവൽ വെച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എംറ്റി ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാൻ വേണ്ടി, കഴുകിയിട്ട് ഡ്രൈ ആക്കി വെച്ചാലല്ലേ ഇനി അതിൽ പുതിയ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ ഈ ഒരു കണ്ടെയ്നേഴ്സ് എടുത്തപ്പോഴാണ് ഞാനൊരു കമൻറ്റ് കുറേ നാൾ മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയ്ക്ക് റീസെൻ്റായിട്ട് അതായത് കുറേ നാൾ മുന്നേ ഞാനൊരു ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ എന്തോ ഒരു അങ്ങനെ ഞാൻ തോന്നുന്നു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ്, ആ കമൻറ്റ് വന്നത് റീസെൻ്റായിട്ടായിരുന്നു. അപ്പോൾ വേറൊന്നല്ല, എൻ്റെ ഈ കണ്ടെയ്നേഴ്സൊക്കെ നല്ല ക്ലിയർ ആണല്ലോ കാണുമ്പോൾ. പക്ഷേ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നോക്കുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന കണ്ടെയ്നേഴ്സ് ഇത്ര ക്ലിയർ അല്ലെന്നോ അങ്ങനെ എന്തോ കറക്റ്റായിട്ട് ഓർക്കണില്ല, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമൻറ്റ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എടുത്തപ്പോഴാണ് ഞാൻ ഓർക്കണത് സെയിം തന്നെയാണ് കേട്ടോ, സെയിം ലിങ്ക് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുക ഇവിടുന്ന് ആമസോണിൽ നിന്നൊക്കെ അല്ലേ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കുക, കൂടുതലും ആമസോൺ ഇന്ത്യയിലെ ലിങ്ക് ആയിരിക്കും ഞാൻ കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ UAE അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ആയിരിക്കും ഞാൻ കൊടുക്കുക. ഇവിടുത്തതും ഇടയ്ക്ക് ഞാൻ കൊടുക്കലുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോയുടെ അടിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തിട്ടുള്ളത് ആമസോൺ ഇന്ത്യയിലെ സെയിം സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 2 കണ്ടെയ്നേഴ്സിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വേറൊരു തരം കണ്ടെയ്നേഴ്സും ഞാൻ യൂസ് ചെയ്യലുണ്ട്, കുറച്ചുകൂടെ ഒരു വൈറ്റ് കളറിലുള്ള. അത് പക്ഷേ എയർ ടൈറ്റൊന്നും അല്ല, അങ്ങനെ ഉള്ളതല്ല. പക്ഷെ അതും ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഇപ്പോൾ ഈ കഴുകി വെച്ച പോലത്തെ അങ്ങനത്തതും യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇത് 2ൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മറ്റേ ആ ഒരു കണ്ടെയ്നർ ആയിരിക്കും ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക. അത് അത്ര ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ളതല്ല, അതൊരു കുറച്ചൊരു എന്താ പറയുക, കുറച്ച് ഡിമ്മായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറിലുള്ള ഒരു കണ്ടെയ്നേഴ്സ് ആട്ടോ. അത് മേ ബി അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. ഞാൻ ഈ 2 കണ്ടെയ്നേഴ്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ കാണിച്ച ഈ ഒരു കണ്ടെയ്നർ സെയിം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ കമൻറ്റിൽ റിപ്ലൈ ചെയ്തിരുന്നു, പക്ഷേ എന്നാലും ഇങ്ങനെ നമ്മൾ വോയിസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ, അത് കാരണം ഞാനൊന്ന് പറഞ്ഞതാട്ടോ അത്. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു നമ്മുടെ ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ വെക്കുന്ന ആ ഒരു ഡ്രോയേഴ്സില്ലേ, ഏറ്റവും താഴെയുള്ള 2 അതിൻ്റെ ഉള്ളിൽ സാധാരണയായിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ക്ലീൻ ചെയ്തിട്ട് ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എല്ലാം വെക്കൽ. പക്ഷേ ഇത്തവണ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ ടിഷ്യൂ എടുത്ത വഴിക്ക് ടിഷ്യൂമേ ഉണ്ടായിരുന്ന ആ പൊടികളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് വീണു. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു ഹാൻഡ് വാക്യൂം ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ക്ലീനർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ്. ഞാൻ മിക്ക വീഡിയോസിലും ഇതെന്നെ പറയലുണ്ട്. ഇത് എപ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാനിത് പറയും, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു വാക്യൂം ക്ലീനറാണെന്ന്. ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. ഞാൻ കിച്ചണിൽ എല്ലായിടത്തും ഇത് യൂസ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് ഫ്രെയിമിൻ്റെ ഇടയിലൊക്കെയുള്ള ആ ഒരു എഡ്ജസൊക്കെ ഇല്ലേ, അവിടെയെല്ലാം ഞാൻ ഈ ഒരു വാക്യൂം ക്ലീനർ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്.
ഇനിയിപ്പോൾ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിങ്ങനെ ആ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു വെറ്റ് ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാനതിൽ ഇങ്ങനെ ക്ലീനിങ് സൊല്യൂഷൻസ് ഒന്നും യൂസ് ചെയ്യില്ല. വെറും വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുക. ഒന്ന് തുടച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസൊക്കെ പാക്കറ്റ് അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഞാൻ രാവിലെ പോയിട്ട് ഇന്ത്യൻ ഷോപ്പിലെല്ലാം പോയിട്ട് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസും അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ ഞാൻ ആ ഒരു ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കഴുകിയിട്ട് പിന്നെന്താ ഇതുപോലത്തെ ക്ലിയർ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വെക്കുന്ന സാധനങ്ങളാട്ടോ. പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം ഒന്ന് ചില സമയത്ത് വിനിഗർ ഒഴിക്കും, ചില സമയത്ത് കുറച്ച് ഉപ്പിടും കേട്ടോ. അങ്ങനെ എന്നിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കും വെജിറ്റബിൾസൊക്കെ. അതിന് ശേഷമാണ് എടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ ഒരു ബെൽ പെപ്പേഴ്സ് ഞാൻ എപ്പോഴും വാങ്ങിക്കൂട്ടെ. എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും, ഇത് സ്റ്റോക്ക് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ റെസിപ്പീസിനായിട്ട് മിക്കപ്പോഴും ആവശ്യം, ചിലപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ പോകും, ചിലപ്പോൾ എന്താ പറയുക എഗ്ഗ്, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതെൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ ബെൽ പെപ്പേഴ്സൊക്കെ ഒന്ന് 3 കളറിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒരു പാക്കറ്റ് ക്യൂക്കുംബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ നാരങ്ങയില്ലേ, അത് ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഇങ്ങനെ നാരങ്ങ ആയിട്ട് യൂസ് ചെയ്യാനും അല്ല, നമുക്ക് ചിക്കൻ അങ്ങനത്തെ ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടും പിന്നെ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കേട്ടോ. അതാ ഇത്രയധികം വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പച്ചമുളക് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഈ പച്ചമുളകൊന്നും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേഷനൊക്കെ പോകുമ്പോൾ 2 ആഴ്ചയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവില്ല കേട്ടോ. അത് അതിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പോവുള്ളൂ. ശേഷം വന്നിട്ട് എന്തായാലും വാങ്ങിക്കാൻ പോകുമല്ലോ, അപ്പം വാങ്ങിക്കും, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി വെക്കേഷന് പോകുന്നത് നമുക്ക് നേരത്തെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് കണക്കാക്കി ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. കുറച്ച് പച്ചമുളക് അങ്ങനെ കുറച്ച്. പിന്നെ ഇന്ത്യൻ ഷോപ്പിൽ പോകുമ്പോൾ മാത്രമാണ് ഇത്രയധികം വാങ്ങിക്കുക. ഇതിപ്പോൾ കുറച്ചധികം ഉണ്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ മല്ലിയില ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. സാധാരണയായിട്ട് ഞാനിങ്ങനെ കൊണ്ടുവന്നാൽ അതങ്ങനെ തന്നെ ടിഷ്യൂവിൽ കഴുകുന്നില്ല, അങ്ങനെ തന്നെ ടിഷ്യൂമ്മ പൊതിഞ്ഞിട്ട് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് അങ്ങനെ വെക്കൂട്ടാ. ഇത്തവണ എനിക്കെന്തോ ഞാൻ മുമ്പൊരിക്കൽ ഇങ്ങനെ കഴുകി വെച്ചിട്ട് എല്ലാം ചീഞ്ഞു പോയിട്ടുണ്ടായി. എനിക്കിത് കുറേ നാളിരിക്കും ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ. പക്ഷെ ഞാനൊരിക്കൽ ഇങ്ങനെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരാഴ്ച എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പൊട്ടയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ സാലഡ് സ്പിന്നറിലിട്ട് സ്പിൻ ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അന്നും ഞാനിങ്ങനെ ചെയ്തപ്പോൾ വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചപ്പോൾ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം, കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായിട്ടായിരിക്കാം അത് ചീഞ്ഞു പോയത്. എന്തായാലും ഇത്തവണ ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്.
ശേഷം സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുമ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ. നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ അറിയാം ഇത് മാത്രം ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുമില്ല. ഞാൻ ഈ സാലഡ് സ്പിന്നർ ഒരുപാട് എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യും കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കും. നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുമ്മ ഈ വെണ്ടയ്ക്ക ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുമ്മ വെള്ളമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമ്മൾ ഓയിലേക്ക് ഇടുമ്പോൾ തെറിക്കില്ലേ. അപ്പോൾ ഇതിലിട്ടിട്ടൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാലഡ് സ്പിന്നർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് ഇതിൻ്റെ ഓരോ വെറൈറ്റീസും നമുക്ക് ആമസോണിലെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഈ മല്ലിയിലൊക്കെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നമുക്കൊരു പ്രാവശ്യം എത്രയൊക്കെ എടുക്കുക എന്നൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒന്ന് കണക്കാക്കിയിട്ട് ടിഷ്യൂമേ പൊതിഞ്ഞിട്ട് വെക്കുക കേട്ടോ. ടിഷ്യൂവിൽ നമ്മളിത് പൊതിയുമ്പോൾ, ടിഷ്യൂ പേപ്പറിൽ പൊതിയുമ്പോൾ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് പൊതിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചിട്ട് ഭയങ്കര ലൂസായിട്ടും അല്ല കേട്ടോ. നമുക്കത് പൊതിയുമ്പോൾ മനസ്സിലാവില്ലേ, പൊതിഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ ഇത്തവണത്തെ കാര്യത്തിൽ എനിക്കറിയില്ല ഇതിരിക്കുമെന്ന്. കാര്യം ഞാൻ വീണ്ടും ഇതെടുത്ത് കഴുകിയിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, അത് കാരണം ഇരിക്കുന്ന തോന്നണം. പക്ഷേ മുന്നേ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കഴുകിയിട്ട് വെച്ചപ്പം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഇലയൊക്കെ ആകെ പൊട്ടയായി പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും ഞാൻ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്നിങ്ങനെ കഴുകി വെക്കാമെന്ന് വിചാരിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കറിമേൽക്കൊക്കെ ചേർക്കാമല്ലോ ആവശ്യത്തിനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുകാനൊക്കെ നിൽക്കണ്ടേ. ഇങ്ങനെ കഴുകാനെടുത്തിട്ട് കഴുകിയിട്ട് അപ്പം തന്നെ നമ്മളിത് ചോപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കട്ടിങ് ബോർഡിലൊക്കെ ഇത് ആ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവില്ലേ. എനിക്ക് അങ്ങനെ തോന്നും കേട്ടോ. അത് നമ്മൾ പിന്നെ കത്തിയും വെച്ച് ഇങ്ങനെ നമ്മൾ കത്തി വെച്ച് കഴുകി എടുത്തിട്ട് അപ്പം തന്നെ കട്ടിങ് ബോർഡിൽ വെച്ച് അരിയുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് കാരണം ഈ ഇലയൊക്കെ ബോർഡിലൊക്കെ ഇങ്ങനെ പറ്റി അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇത് ഡ്രൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് എന്നാൽ കഴുകിയെടുത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. ഈ ഒരു ബെൽ പെപ്പേഴ്സും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് മുന്നേ തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അന്ന് തൊട്ടേ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാട്ടോ ഇത്. ബെൽ പെപ്പേഴ്സ് സൂക്ഷിച്ച് വെക്കാനായിട്ട് എനിക്കിത് കേടുകൂടാണ്ട് ഒത്തിരി നാളിരിക്കും. ഒത്തിരി നാളെന്ന് വെച്ചാൽ ഇത് എത്ര നാൾ നമ്മൾ യൂസ് ചെയ്യണോ അത്രയും നാൾ എന്ന് വെച്ചിട്ട് മാസങ്ങളോളം അല്ലാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനൊക്കെ മുന്നേ തീരില്ലേ. അപ്പോൾ എന്നാലും ഒരുപാട് നാളോ 2 ആഴ്ച എന്നല്ല കേട്ടോ, അതിൽ കൂടുതലൊക്കെ ഇത് നല്ലോണം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും. അല്ലാണ്ട് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ബാലൻസ് നമ്മൾ ആ ഒരു കവർമ്മ തന്നെ വെക്കുകയാണെങ്കിൽ ആ മുറിച്ച ഭാഗമില്ലേ, നമ്മൾ കത്തി വെച്ച് മുറിച്ച ഭാഗമൊക്കെ ഒന്ന് ചീഞ്ഞിരിക്കണ ഒരു വെള്ള ഒരു അങ്ങനെ തോന്നില്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ, തോന്നാറുണ്ട്. എന്തോ ഒരു അതിൽ നിന്നൊരു ജ്യൂസൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഈ സാലഡ് സ്പിന്നറിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം വെള്ളവും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ കമഴ്ത്തിയിട്ട് വെക്കുക കണ്ടെയ്നേഴ്സിൽ. ഇങ്ങനെ മലർത്തിയിട്ടല്ല കേട്ടോ, കമഴ്ത്തിയിട്ട് വെക്കുക. എന്താ ഞാൻ ഈ ചെയ്യണ പോലെ കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. ഞാൻ ഒത്തിരി നാളായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് കേടുകൂടാണ്ടിരിക്കും. അപ്പം അങ്ങനെ ബെൽ പെപ്പേഴ്സും കൂടി ഒന്ന് കണ്ടെയ്നേഴ്സിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ.
തക്കാളിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ ക്ലിയർ ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഈ ഒരു ബോക്സിലാട്ടാണ് ഞാൻ തക്കാളി വെക്കൽ. ഇപ്പോൾ ഇതാ പച്ചമുളകും കൂടിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമല്ലേ വീഡിയോ ഇടണം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു മാസമെല്ലാം ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വെക്കേഷന് പോയത് കാരണം ഞാൻ വീഡിയോ എടുത്ത് ആ വീഡിയോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യണില്ല. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് അല്ലേ ഇടാൻ പറ്റുള്ളൂ ഇപ്പം. അപ്പോൾ പക്ഷേ വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രോപ്പറായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം എഡിറ്റ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വെക്കേഷന് പോയപ്പോൾ അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല. തിരക്കും അങ്ങനെയൊക്കെ ആയി പോകുമല്ലോ. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഇരുന്നിട്ട് അങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്രോപ്പറായിട്ട് നമുക്കങ്ങനെ എപ്പോഴും ഒച്ചയും ബഹളം അങ്ങനെ ഒന്ന് സൈലൻ്റായിട്ടിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോസൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും കരുതും കേട്ടോ, ഇങ്ങനെ വെക്കേഷനൊക്കെ ഇപ്പോൾ അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിക്കോളൂല്ലോ. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, വെക്കേഷനൊക്കെ പോയാലും എല്ലാ ആഴ്ചയിലും വീഡിയോ അങ്ങനെ അപ്ലോഡ് ആവുമല്ലോ, ഞാനങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ വിചാരിക്കൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, നടക്കണില്ല. അങ്ങനെ മുൻകൂട്ടി ഒന്നും എടുത്ത് വെക്കാനായിട്ടും അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ടും പറ്റണില്ല കേട്ടോ. അത് കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പച്ചമുളക് ഞാൻ ഇതുപോലെ 2 കണ്ടെയ്നേഴ്സിൽ സ്മോളായിട്ടുള്ള 2 ബോക്സസിലാക്കിയിട്ടാണ് വെക്കുക കേട്ടോ. സ്മോൾ ബോക്സസിലാക്കിയിട്ടാണ് വെക്കുക. ഇതിൽ ഒന്നിലേക്ക് ഞാൻ ടിഷ്യൂ ഇട്ടിട്ട് സ്റ്റോർ ചെയ്യും, ഒന്നിൽ ടിഷ്യൂ ഒന്നും ഇടാണ്ടും സ്റ്റോർ ചെയ്യും. ആ ടിഷ്യൂ ഇട്ട് സ്റ്റോർ ചെയ്യണത് പിന്നീട് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ആദ്യം ഈ ടിഷ്യൂ ഒന്നും അടിയിൽ വെക്കാണ്ട് വെക്കുന്നില്ലേ, അത് ഒരു 2 ആഴ്ച കൂടുതലെല്ലാം, 2 ഒന്നല്ല ഒരു 3 ആഴ്ച അങ്ങനെയെല്ലാം ഇരിക്കും കേട്ടോ, അത് കേടാവാണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ടിഷ്യൂ ഒന്നും വെക്കണില്ല. ഒരുപാട് നാളിരിക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ മാത്രമാണ് ടിഷ്യൂ വെച്ചിട്ട് സ്റ്റോർ ചെയ്യണുള്ളൂ. പിന്നെ എൻ്റെ അതായിട്ട് ഞാൻ വെക്കേഷന് പോയിട്ടുള്ളപ്പോൾ ഉള്ള ഷോപ്പിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത്. അങ്ങനെ ഒത്തിരി ഒന്നുമില്ല, ഞാൻ എല്ലാതും ഒന്നും കാണിക്കണില്ല. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്, കിച്ചണിലേക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാമല്ലോ. അപ്പോൾ ഞാൻ അതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നാരങ്ങ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഉപ്പേരി എന്നായിപ്പോയി, പിക്കിളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഇതുമ്മ വെച്ച് സ്റ്റീം ചെയ്യുമ്പോൾ ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ, അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ബാക്കിയുള്ള നാരങ്ങ ഇതുപോലെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്.
ഇനിയിപ്പോൾ ഇതാ ഗരം മസാല ഉണ്ടാക്കാനുണ്ട്. ഗരം മസാലയും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗരം മസാല ഞാൻ ഓരോ തവണയും ഓരോരോ തരത്തിലായിട്ടാണ് ഉണ്ടാക്കുക. ആ ഒരു ഫ്ലേവർ ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന ഗരം മസാലയിലേക്ക് ഞാൻ ബേ ലീവ്സ് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ എപ്പോഴൊന്നും ഞാൻ അതൊന്നും ചേർക്കില്ല. ഇന്നിപ്പോൾ അത്യാവശ്യം എല്ലാ സ്പൈസസും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എല്ലാം ജീരകം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എപ്പോഴൊന്നും ജീരകമൊന്നും ചേർത്ത് കൊടുക്കില്ല. മറ്റേ വലിയ ജീരകം ഇല്ലേ, പെരുംജീരകം, ഫെനൽ സീഡ്സ് എന്നെല്ലാം പറയുന്നത്, അത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ. ഈ ചെറിയ ജീരകം ഇല്ലേ, ക്യൂമിൻ സീഡ്, അത് ഞാൻ ചേർത്ത് കൊടുക്കില്ല. പക്ഷേ ഇത്തവണ ഗരം മസാല ഉണ്ടാക്കിയപ്പം 1 ടീസ്പൂൺ മാത്രം ഇട്ടാൽ, വളരെ കുറച്ച് മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസസൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് തണുത്ത് വരാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടല്ലേ അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇഞ്ചി ഒന്ന് കഴുകി വെക്കാനുണ്ട്. അപ്പോൾ ഇഞ്ചി കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. ഞാൻ എന്താ ഈ ഒരു വെജിറ്റബിളൊക്കെ വാഷ് ചെയ്യുന്ന ഈ ഒരു സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യണം, നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല യൂസ്ഫുൾ ആട്ടോ അത്. ഈ ഇഞ്ചി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ, അതുപോലെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോസ്, അതുപോലെ പൊട്ടാറ്റോസ്, ഇങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ ആ ഒരു മണ്ണ് അങ്ങനെ ഒക്കെ ഉണ്ടാവില്ലേ, ഈ ഇഞ്ചിൻ്റെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇടയിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കയറിയിട്ടുണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു വെജിറ്റബിൾ ക്ലീനിങ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ആമസോണിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക്. നമ്മൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ആക്കൊന്നും വേണ്ട, ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോഴേക്ക് ഗരം മസാലയൊക്കെ ആ സ്പൈസസൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും കേട്ടോ. ഈ ഒരു ഗ്രൈൻഡർ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ കൂടെ 2 ജാറിലാണ് ഇത് വരിക കേട്ടോ. ഇതൊരെണ്ണം, ഇനി ഒരു ജാറും കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണ സാധനങ്ങളാട്ടോ. ഇത് നമുക്കിങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തൊക്കെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഈ പെപ്പറൊക്കെ തീർന്നു പോയിട്ടുണ്ടാവില്ലേ, അതുപോലെ തന്നെ ഡ്രൈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ ഒരു ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ എനിക്കിതിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ചെറിയൊരു ജാറൊക്കെ ആട്ടോ ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഒത്തിരി നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാരങ്ങയൊക്കെ റെഡിയായി വന്നപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. മുമ്പ് ഈ ഒരു പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ റെസിപ്പി ഒന്നല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് പഠിച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. അത് അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നാരങ്ങേൻ്റെ അച്ചാറും കൂടിയിട്ട് ഒന്ന്
റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം കുപ്പിലേക്ക് ആക്കാനുണ്ട്. പിന്നെ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചി എല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ബോക്സസിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. ഇങ്ങനെ എല്ലാതും റെഡിയാക്കി ഇങ്ങനെ വൃത്തിയാക്കി വെക്കണ കാരണം ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഓരോന്ന് കഴുകാനും എടുക്കാനും റെഡിയാക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. നിങ്ങളും ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ചിലർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ, അങ്ങനല്ലേ. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇതൊക്കെയല്ല ഈ നാരങ്ങേൻ്റെ അച്ചാറൊന്ന് കുപ്പിയിലേക്ക് ആക്കാനുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്ത ട്യൂസ്ഡേ വരാം കേട്ടോ. താങ്ക് യു, ബൈ.